ഹലോ, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തിരുവോണനാളിലെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ്. ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് പുഴയിലേക്ക് ഇറങ്ങിയതാണ് കുറച്ച് പൂ പറിക്കാൻ വേണ്ടിയിട്ട്. പുഴയിലാണെങ്കിൽ പൂവ് ആകെ കാണാൻ പറ്റിയത് ഈ മഞ്ഞ പൂവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുമ്പപ്പൂവൊക്കെ നോക്കി കുറേ അലഞ്ഞെങ്കിലും തുമ്പപ്പൂ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു പൂവ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പൂവ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൂവെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തിരുവോണമായിട്ട് രാവിലെ തന്നെ പുലർച്ചെ ഒരു 4 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് കുക്കിങ്ങിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുക്കിങ്ങിനൊക്കെ കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമായിരുന്നേ. രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചാൽ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകേണ്ട പ്ലാനിങ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിച്ചത്. തിരുവോണമായതുകൊണ്ട് തന്നെ അമ്മ നല്ല ഉണ്ണിയപ്പമൊക്കെ ചുട്ടായിരുന്നു. ഇത് നമുക്ക് എപ്പോഴും പതിവാണ്. എല്ലാ ഓണത്തിനും വിഷുവിനൊക്കെ നല്ല ഉണ്ണിയപ്പവും അതുപോലെ തന്നെ നല്ല അരിയുണ്ടൊക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ കുക്കിങ്ങിൻ്റെ ഇതിൽ നല്ല കുറച്ച് മാങ്ങ വാങ്ങി നല്ല അച്ചാറിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുളിയിഞ്ചി കാര്യങ്ങൾ അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ മോർണിംഗിൽ തന്നെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ പൂക്കളത്തിൻ്റെ പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കളമൊക്കെ വരച്ച് പൂവിടാനും കൂടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോകാൻ കാര്യങ്ങൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അധികം ലേറ്റ് ആവാതെ എല്ലാ കാര്യവും സ്പീഡായി ഓടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂവിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. തുമ്പപ്പൂ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് കാലത്ത് തന്നെ വേറെ പുറത്തുനിന്ന് വാങ്ങിയ പൂവാണ് ഇട്ടത്. ഓൾമോസ്റ്റ് പൂക്കളും ഒരുങ്ങി തീരാനായിട്ടുണ്ട്. അങ്ങനെ ആ ടാസ്ക് കൂടി കംപ്ലീറ്റ് ആയി. പൂക്കളും ഫുള്ളായി സെറ്റായി. അപ്പോഴേക്കും എല്ലാവരും കുളിച്ച് റെഡി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ നോക്കുകയാണ്. ആൾ കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലെ വലിയ വണ്ടിയാണ് എടുത്ത് ട്രാവലർ എടുത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. തൊട്ടിൽപ്പാലം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്നത്തെ പോക്ക് കേട്ടോ. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്ന ഓണം മൂഡിലാണ് എല്ലാവരും ഉള്ളത്. യാത്ര ഏകദേശം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്താനായേ. അവരൊക്കെ അവിടെ ഇറക്കി ഞങ്ങൾ വണ്ടി വെച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തിരക്ക് കാണാൻ കഴിയും കേട്ടോ. അമ്പലത്തിൻ്റെ താഴെ തന്നെ നല്ല റിവറുണ്ട്. പുഴയിലിറങ്ങി ഞങ്ങൾ കാലൊക്കെ കഴുകി അമ്പലത്തിൽ കയറി പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി പുറത്തിറങ്ങി പ്രസാദമൊക്കെ കിട്ടി കുറച്ച് സൈഡിലേക്ക് നോക്കുമ്പോഴുണ്ട് അവിടെ ഗണപതി അമ്മത്തിൻ്റെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് ഓണായിട്ട്. മോനൊക്കെ നല്ല ഹാപ്പിയായി ഓടി കളിക്കുകയാണ്. കുറച്ച് നേരം അവരെ കളിയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നേ. പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ടാക്കി ഫുഡൊക്കെ എല്ലാ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇല വെച്ച് സദ്യ വിളമ്പി തുടങ്ങി. ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ 1 by 1 ആയി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വിളമ്പി സെറ്റാക്കി അതിനുശേഷം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കേണ്ട പ്ലാനിങ് ആയിരുന്നേ. നല്ല സദ്യവട്ടങ്ങളെല്ലാം വിളമ്പിയിട്ടുണ്ട്. സാമ്പാറും കാളനും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാവരും കഴിച്ച് തുടങ്ങിയേ. കഴിച്ചെന്നിരിക്കുമ്പോൾ തന്നെ ഓണപ്പട്ടം വരുന്ന ശബ്ദം കേട്ട് മണിവിളക്കം കേട്ട്. അപ്പോൾ ഓണപ്പട്ടനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും വിളക്കൊക്കെ വെച്ച് വെയിറ്റിംഗ് ആണ്. ഇത് വരുമ്പോൾ തന്നെ 2-2:30 മണിയായേ. വന്നപ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മക്ക് അനുഗ്രഹമൊക്കെ കൊടുത്ത് എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ ഓണപ്പട്ടനോട് നല്ല ഹാപ്പിയായി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സന്തോഷമായിട്ടാണ് മൂപ്പരെ പറഞ്ഞു വിട്ടത്. സന്ധ്യ വന്നേരത്ത് മക്കളൊക്കെ ഓൾറെഡി പൂക്കളൊക്കെ വാരി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൂക്കളൊക്കെ വാരി ഞങ്ങളൊരു കവറിലിട്ട് ഞങ്ങൾ പൂ ഒലിപ്പിക്കാൻ വേണ്ടി ഇന്ന് പോകുന്നത് ജാനകിക്കാട്ട് പുഴയോരത്താണ്. ജാനകിക്കാട്ട് പുഴയോരത്ത് പോയി അതിൻ്റെ സൈഡിൽ നിന്ന് പൂ ഒലിപ്പിക്കേണ്ട പരിപാടിയാണ്. മക്കളൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളൊക്കെ ഒലിപ്പിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വണ്ടി എടുത്ത് ചെറിയൊരു കറക്കം, അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയേ.